അരയന്നം അഥവാ ഹംസം നമ്മുടെ നാട്ടിലെ സാധാരണ പക്ഷിയല്ല. ഇവ മുഖ്യമായും അലങ്കാരപക്ഷിയായി വളർത്തപ്പെടുന്നു. താറാവിനോട് സാദൃശ്യമുള്ളതും അതിനേക്കാള് വലുപ്പമുള്ളതുമായ ഒരു പക്ഷിയാണിത്. കാഴ്ചയ്ക്ക് ഏറെ അഴകുണ്ടിതിന്. ഒരു ജലപക്ഷിയാണെങ്കിലും കരയിലും കാണാം. ഇംഗ്ലീഷിൽ സ്വാൻ എന്നു വിളിക്കുന്നു. 7 തരം അരയന്നങ്ങൾ ലോകത്തു കാണപ്പെടുന്നു. യൂറോപ്പും ഏഷ്യയുമാണ് അരയന്നങ്ങളുടെ സ്ഥിരം വാസസ്ഥലങ്ങൾ. നമ്മുടെ നാട്ടിൽ മ്യൂട്ട് എന്നു വിളിക്കുന്ന ഒരുതരം അരയന്നങ്ങളാണ് കൂടുതലും കാണപ്പെടുന്നത്. മ്യൂട്ട് അരയന്നങ്ങൾ ജീവിതത്തിന്റെ ഏറിയ പങ്കും ജലത്തിൽ കഴിയാനിഷ്ടപ്പെടുന്നു. 12 കിലോഗ്രാമോളം ഭാരമുണ്ടാകും. സൗന്ദര്യത്തിന്റെ കാര്യത്തിൽ ഇക്കൂട്ടർ എന്നും മുന്നിൽ തന്നെ. വലിയ ശബ്ദകോലാഹലങ്ങളൊന്നുമില്ല, എന്നാൽ ചില സമയത്തു ചിറകിട്ടടിച്ചു നേർക്കാഴ്ച ഉണ്ടാക്കുന്നു. ഈ അരയന്നങ്ങളിൽ കാണുന്ന കണ്ണിന്റെ മുൻഭാഗത്തെ കറുത്ത നിറമുള്ള ത്രികോണാകൃതി ഇവയെ തിരിച്ചറിയാനുള്ള ഒരടയാളമാണ്. വലിയ ജലപക്ഷികളായ അരയന്നങ്ങൾ അവിടെ നിന്നു തന്നെ ആഹാരസമ്പാദനവും നടത്തുന്നു. തവള, മത്സ്യം, സസ്യഭാഗങ്ങൾ, ഷഡ്പദങ്ങൾ എന്നിങ്ങനെയാണ് ഇഷ്ടവിഭവങ്ങൾ. സാധാരണമായി താറാവിനെപ്പോലെ വെള്ളത്തിൽ ഊളിയിട്ടു ഇരപിടിക്കാനൊന്നും മ്യൂട്ട് അരയന്നങ്ങൾ ശ്രമിക്കാറില്ല. നീളൻ കഴുത്തു ജലത്തിലേക്കാഴ്ത്തി തൊട്ടുമുന്നിൽ കണ്ടതിനെ കൊക്കിലൊതുക്കുകയാണ് ചെയ്യുക. ഈ അരയന്നങ്ങൾ ഏകപത്നി വ്രതക്കാരാണ്. ജലാശയങ്ങൾക്കോ തടാകങ്ങൾക്കോ സമീപം കൂടൊരുക്കുന്നു. ഏപ്രിൽ മാസമോ സമീപമാസങ്ങളോ ആവും പ്രജനനകാലം. 6 മുതൽ 12 വരെ മുട്ടകളാണ് ഒരു സീസണിൽ ഇടുക. വിരിഞ്ഞിറങ്ങുമ്പോൾ കുഞ്ഞുങ്ങൾക്ക് തൂവലുണ്ടാകില്ല. കറുത്ത നിറത്തിലുള്ള അരയന്നങ്ങളുമുണ്ട്. കറുത്ത അരയന്നത്തിന്റെ ചിറകിൽ വെളുത്ത തൂവലുകളും അവിടവിടെ കാണാവും. ഒരു കഴുകനോളം വലുപ്പമുള്ള ഇവ കുറെ കൂടി തടിച്ചുരുണ്ടാണ് കാണപ്പെടുക. കഴുത്തിന് നല്ല നീളമുണ്ടാകും. കാലുകൾ താറാവിന്റേതുപോലെ തന്നെ. അരയന്നങ്ങളോട് ചെറുപ്പം മുതലേ ഒരു കുഞ്ഞു അസൂയ കലർന്ന ഇഷ്ടമുണ്ടായിരുന്നു. കുഞ്ഞുനാളിൽ എന്റെ ഉവ്വാമ്മ പറഞ്ഞു തന്നിരുന്ന എല്ലാ കഥകളിലും രാജകുമാരിയും ഒരരയന്നവും സ്ഥിരം കഥാപാത്രങ്ങളായിരുന്നു. രണ്ടിൽ ഒരാള് രൂപം മാറി തോൽവികൾ അതിജീവിക്കുന്ന കഥകളാണ് ഉവ്വാമ്മ പറഞ്ഞു തന്നിരുന്നത്. ഉവ്വാമ്മാക്കും ഇഷ്ടമായിരുന്നിരിക്കണം അരയന്നങ്ങളെ. ഒരിക്കലും ഞാനാ ഇഷ്ടങ്ങളെക്കുറിച്ച് ചോദിച്ചില്ല. പഠിക്കുന്ന കാലത്ത് കേട്ടൊരു കഥയുണ്ട്. വെളുത്ത സുന്ദരിയായ ഒരു അരയന്നമുണ്ടായിരുന്നത്രേ. സുന്ദരിയായിരുന്നെങ്കിലും അരയന്നത്തിനു മിണ്ടാനോ പാടാനോ കഴിയില്ലായിരുന്നു. ഒടുവിൽ മരിക്കുന്നതിന് തൊട്ടുമുൻപ് അത് നല്ലൊരു പാട്ട് പാടുകയും പാടിക്കഴിയുന്നതോടുകൂടെ മരണത്തിന് കീഴടങ്ങുകയും ചെയ്തുവത്രേ. ഏതോ ഇംഗ്ലീഷ് ക്ലാസ്സിൽ വെച്ച് കേട്ടതാണ്. ആംഗലേയ ഭാഷയിലെ സ്വാൻ സങ് എന്ന പ്രയോഗം അങ്ങനെ ഉണ്ടായതാണത്രേ. എന്തായാലും അതിനെക്കുറിച്ച് കൂടുതൽ അന്വേഷിച്ച് ഇല്ലാത്ത ബുദ്ധിയെ വെറുതെ ബുദ്ധിമുട്ടിക്കണ്ടാന്ന് ഞാനും വിചാരിച്ചു. പക്ഷേ അരയന്നങ്ങൾ എന്നെയും ഞാൻ അവരെയും വിട്ടുപോയില്ല. ചെറുകരയിലെത്തിയപ്പോഴുണ്ട് അവിടെ ഒരരയന്നം ഉമ്മാടെ സ്പെഷ്യൽ കെയറിൽ വളരുന്നു. പുറമേക്ക് സൗമ്യ ശീലനാണെങ്കിലും കൂട്ടത്തിലെ കോഴികളുടെയും താറാവുകളുടെയും കഴുത്തിന് പിടിച്ച് ഉപദ്രവിക്കുമായിരുന്നു. എണ്ണത്തിൽ കൂടുതലുള്ള അവരുടെ ഇടയിൽ അധികാരം സ്ഥാപിച്ച് ഏകാധിപതിയായി അവന് വിലസി. അടുക്കള മുറ്റത്തെ സമാധാനാന്തരീക്ഷം പുനഃസ്ഥാപിച്ചതിന് നന്ദി സൂചകമായി മുട്ടയിട്ടും ചെവി ചൊറിയാൻ തൂവൽ പൊഴിച്ചും
പല കഥകൾ പറഞ്ഞു കൊടുത്തിട്ടുണ്ടെങ്കിലും വീണ്ടും വീണ്ടും എന്നെകൊണ്ട് അവർ പറയിച്ചിരുന്നത് ഈ പി വൈറ്റിന്റെ ദി ട്രംപറ്റ് ഓഫ് ദി സ്വാൻ എന്ന കഥയാണ്. എന്റെ മക്കൾക്കും ഈ കഥയായിരുന്നു കേൾക്കാൻ കൂടുതൽ ഇഷ്ടം. ട്രംപെറ്റർ അരയന്നങ്ങളുടെ കുടുംബത്തിൽ ജനിക്കുന്ന ലൂയിസിന് അവന്റെ സഹോദരങ്ങളെപ്പോലെ ശബ്ദമുണ്ടാക്കാൻ കഴിഞ്ഞിരുന്നില്ല. തന്റെ കഴിവില്ലായ്മ അതിജീവിച്ച് മുന്നേറാൻ ലൂയിസ് സ്കൂളിൽ ചേർന്ന് എഴുതാനും വായിക്കാനും പഠിച്ചു. എങ്കിലും മറ്റുള്ളവരെ പോലെ ശബ്ദമുണ്ടാക്കാൻ കഴിയാത്തതിനാൽ ഏറെ ഇഷ്ടമുള്ള കൂട്ടുകാരിയും അവനെ അവഗണിക്കുന്നു. ലൂയിസിന്റെ വിഷമം മനസ്സിലാക്കുന്ന പിതാവ് സംഗീതോപകരണങ്ങൾ വിൽക്കുന്ന കടയിൽ നിന്ന് മകനു വേണ്ടി പിച്ചള കൊണ്ടുണ്ടാക്കിയ ഒരു ട്രംപറ്റ് മോഷ്ടിക്കുന്നു. പിതാവിന്റെ പ്രവൃത്തിയോട് എതിർപ്പ് പ്രകടിപ്പിച്ചെങ്കിലും ലൂയിസ് ആ പിച്ചള ട്രംപറ്റ് സ്വീകരിക്കുകയും അത് വായിക്കാനും പഠിക്കുകയും ചെയ്യുന്നു. പിന്നീട് ലൂയിസിന്റെ ജീവിതത്തിൽ വരുന്ന മാറ്റങ്ങളും കൂട്ടുകാരിയെ തേടി അലയുന്നതുമാണ് കഥ. കുട്ടികൾക്കായി എഴുതിയ ഈ നോവൽ പിന്നീട് സിനിമയാക്കിയെന്ന് തോന്നുന്നു.